ഹലോ, അപ്പം ഞാൻ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അന്ന് പിന്നെ ബീട്രൂട്ട് ഇരിപ്പുണ്ട്, ഒരു ബീട്രൂട്ട് തോരനാക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാണ്ട് ഒരു പകുതി സവോളയും കുറച്ച് പച്ചമുളകും കൂടി ഞാൻ ഇതിലോട്ട് അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ ഞാൻ അടുപ്പിലാണെങ്കിൽ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാൻ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ പൊട്ടിയതിന് ശേഷം ആവശ്യം നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് താണ്ട് നന്നായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ ബീട്രൂട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരുന്ന ആ കോമ്പിനേഷൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓക്കെ ആണോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഏകദേശം നമ്മുടെ ബീട്രൂട്ട് തന്നെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് ഇവിടെ റെഡി.